ഹാളിന്റെ ഉദ്ഘാടനവും മംഗല്യ ഹാളിന്റെ ഉദ്ഘാടനവും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ഘോഷയാത്ര കരയോഗ മന്ദിരത്തിൽ എത്തിച്ചേരുമ്പോൾ നിർവഹിക്കുന്നതാണ്. പ്രസ്തുത പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും സമുദായ സ്നേഹികളെയും മഞ്ഞക്കാല NSS കരയോഗ മന്ദിരത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഞ്ഞക്കാല 172 നമ്പർ ഭാസ്കര വിലാസം NSS കരയോഗത്തിന്റെ നവീകരിച്ച മന്ദിരത്തിന്റെ മംഗല്യ ഹാളിന്റെയും കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം NSS ഡയറക്ടർ ബോർഡ് അംഗവും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാർ നിർവഹിച്ചു. പരസ്പരം കുതിർത്തിരിപ്പുണ്ടാക്കി ഗ്രൂപ്പ് വിളിച്ച് ഈ ഒരു കരയോഗത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ ഇവിടെ ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ആ ഒരു അഡ്വോക്ക് കമ്മിറ്റി വെക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അത് മാനിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഒരു അഡ്വോക്ക് കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ അഡ്വോക്ക് കമ്മിറ്റിയുടെ ഒരു വർഷത്തെ പ്രവർത്തനം ഇവിടെ ശ്രീകുമാർ പറഞ്ഞു ഇന്നലെയാണ് ഒരു വർഷം തികഞ്ഞത്. ആ ഒരു വർഷത്തെ പ്രവർത്തനം എന്ത് എന്ന് മനസ്സിലാക്കാൻ, അതായത് കരയോഗങ്ങളുടെ കരുത്തെന്താണ്, അവരെ കരയോഗങ്ങളുടെ താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങും ഈ മാറ്റങ്ങളും നമ്മളെ ചിന്തിപ്പിക്കും. ഇന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് എന്തൊക്കെ നഷ്ടമില്ല സംഭവിച്ചിരിക്കാം. ഈ ഒരു വർഷം കൊണ്ട് ഇത്ര വലിയ നേട്ടം. ഇവിടെ ഏതാണ്ട് വിവാഹ നിശ്ചയങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയം, അതുപോലെ ഇവിടെ സദ്യാലയമായി ഒരുക്കാനുള്ള ഈ പുതിയ ഓഡിറ്റോറിയം, ഇതെല്ലാം വൃത്തിയായി മാറി. മഞ്ഞക്കാല കരയോഗം എന്ന് പറഞ്ഞാൽ ഇതിലെ പോകുമ്പോൾ ഇരുണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായി, പാമ്പ് വസിച്ചിരുന്ന ഒരു സ്ഥലമായി. ഏറ്റവും അധികം കരയോഗങ്ങൾ, വളരെ കരുത്തുറ്റ നായർ സമുദായ അംഗങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മഞ്ഞക്കാല. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രമാണിമാരായ നായർ സമുദായ അംഗങ്ങൾ ജീവിക്കുന്ന ഈ മേഖലയിലെ ഏറ്റവും പ്രമുഖരായ ആളുകൾ ജീവിക്കുന്ന ഒരു കരയോഗമാണിത്. പക്ഷെ ആ കരയോഗത്തെ ചില ആളുകൾ വ്യക്തിപരമായ താല്പര്യത്തിന് ഹൈജാക്ക് ചെയ്തു. ഈ വ്യക്തി താല്പര്യങ്ങൾക്ക് ഈ സംഘടനയിൽ വരില്ല. കാരണം അന്നത്തെ ആചാര്യന്റെ കാലം മുതൽ നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് സമൂഹത്തിന് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ്. അല്ല, മന്നത്തെ ആചാര്യന് വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ചില്ലറ പൈസയും ഊന്നുവടിയും കണ്ണാടിയും അടക്കം നായർ സർവീസ് സൊസൈറ്റിക്ക് സംഭാവന ചെയ്തിട്ട് പോയ അദ്ദേഹം പോകുമ്പോൾ വിട പറയുന്നത് അങ്ങനെയാണ്. ചില്ലറ കാശ് ഇരുന്ന പോക്കറ്റിൽ ഇരുന്ന പൈസയും കണ്ണാടിയും വടിയും വരെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ വരെ നായർ സർവീസ് സൊസൈറ്റിക്ക് കൊടുത്തിട്ട് പോയ മഹാനാണ് അദ്ദേഹം. NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സാറുണ്ട്. അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. NSSന്റെ ആസ്ഥാനം വിട്ട് അദ്ദേഹം പോകാറില്ല. ഇപ്പൊ പല സ്ഥലങ്ങളും അദ്ദേഹം പറയും ഗണേഷ് കുമാറിൽ പോയി പ്രസംഗിക്കും, ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് പല സ്ഥലത്തും പോകാൻ കഴിയാത്തതിനനുസരിച്ച് അവിടെ മാറിയിരിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഉത്തരവാദിത്തം നടന്നിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരും പറഞ്ഞ തെങ്ങിനെ തടം കൊല്ലുന്നത് ഒരു കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. തെങ്ങിനെ തടം കോരാനാണ് നിർത്തിയിട്ട് ആ ഒരു തെങ്ങിന്റെ മുകളിൽ കസേരയിട്ട് ജനറൽ സെക്രട്ടറി അവിടെ ഇരിക്കുമെന്നാണ് ഒരാൾ പറഞ്ഞത്. പല മേഖലകളിലും NSSനെതിരെ സമരം നടത്തും. ഈ അടുത്ത കാലത്ത് ഹൈറേഞ്ചിൽ ഒരു സമരം നടത്തും. അപ്പോൾ ചില ആളുകൾ, പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്നെ വിളിച്ചു, സമരം ഒന്ന് അവസാനിപ്പിക്കാൻ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. ഞാൻ ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ സമരം ചെയ്ത ആളോട് ചോദിച്ചു, നിരാഹാരം കിടക്കുകയാണ്. ഒരു മുൻ കരയോഗം പ്രസിഡന്റ് ഒരു പ്രതിസഭ അവിടെ സത്യാഗ്രഹം ആരോട് ചോദിച്ചിട്ട് കിടന്നേ, എന്തിനാ കിടന്നേ? സർക്കാരിനെതിരെയാണോ സമരം ചെയ്തത്? സർക്കാരിനെതിരെ സമരം ചെയ്ത് കിടന്നാൽ എണീപ്പിക്കാൻ ആൾ വരും. പക്ഷെ നായർ സർവീസ് സൊസൈറ്റിക്കെതിരെ സത്യാഗ്രഹ സമരം, നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്ന ആരോട് ചോദിച്ചിട്ടു. എന്താണ് കാര്യം? സാമ്പത്തികമായി NSSനെ വലിക്കുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളും ഹൈറേഞ്ചിൽ നടന്നു. അത് സാധ്യമല്ല എന്ന് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തോട് പിണങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ 16 NSS ആരോപണയിൽ കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്. നമ്മുടെ ജനത്തങ്ങ് ദൂർത്തടിച്ചേക്ക് ഓരോ കുഴപ്പങ്ങൾ കാണിച്ചിട്ട് അതിനെ ഉത്തരവാദിത്തം NSS എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അത് ജനറൽ സെക്രട്ടറി അംഗീകരിച്ചില്ല. അപ്പൊ ചില ആളുകൾ പറയുന്നത് പോലെ ജനറൽ സെക്രട്ടറി നിൽക്കാൻ കഴിഞ്ഞാൽ അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് കഴിയുമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ശരിയായ ഏർപ്പാടല്ല. ഒരാളുടെയും താളത്തിൽ തുള്ളാൻ പറ്റുന്ന പദവിയിലല്ല അദ്ദേഹം വഹിക്കുന്നത്. കരയോഗം ചെയർമാൻ J. രാമചന്ദ്രൻ പിള്ള അധ്യക്ഷനായ ചടങ്ങിൽ കരയോഗ കൺവീനർ DP ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. മുഖ്യപ്രഭാഷണവും തയ്യൽ മെഷീൻ വിതരണവും പത്തനാപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ നിർവഹിച്ചു. പത്തനാപുരം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ള, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം KP അജിത്, താലൂക്ക് NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് വിജയകുമാരി, തൃക്കൊന്നമർകോട് ദേവസ്വം പ്രസിഡന്റ് SK ബിനുകുമാർ, താലൂക്ക് വനിതാ യൂണിയൻ ഭരണസമിതി അംഗം ലതാകുമാരി, താലൂക്ക് യൂണിയൻ വനിതാ മേഖലാ കോർഡിനേറ്റർ ജയദേവി, കരയോഗം ഭരണസമിതി അംഗങ്ങളായ മുരളീധരൻ പിള്ള, സുധാകരൻ പിള്ള, വിക്രമൻ പിള്ള,
രവീന്ദ്രൻ പിള്ള, വനിതാ സമാജം പ്രസിഡന്റ് ശ്രീകുമാരി, വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ഗായത്രി ദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതി അംഗം മധുസൂദനൻ പിള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.